എല്ലാമുണ്ട്, എല്ലാമുണ്ട്, എല്ലാ കാപട്യവും എല്ലാ കളങ്കമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ത്യൻ ഭരണഘടനയെ പിച്ചു ചീന്താനുള്ള തെരഞ്ഞെടുപ്പായിരുന്നു അത്. ബിജെപിക്കാരൻ വന്നാളുടെ സ്ഥിതി എന്താണ്? നമ്മുടെ ഭരണകൂടം ഉണ്ടാവില്ല, രാജ്യം ഉണ്ടാവില്ല. വരുൺ ഗാന്ധി പറയുന്ന ഇന്ത്യ, പ്രിയങ്ക ഗാന്ധി പറയുന്ന ഇന്ത്യ, അതാ തിരിച്ചറിയേണ്ടത്. വരുൺ ഗാന്ധി ഇത് പറഞ്ഞപ്പോൾ ഉടനെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, എന്ത് വൃത്തികേടായി പറഞ്ഞത്. ഞാനപ്പോൾ ഓർത്തത് ബാഫക്കിത്തങ്ങളെയാ. 40 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ. അതാണ് തങ്ങന്മാർ. 40 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ പറഞ്ഞ പ്രതികരണം ഇപ്പോൾ പുലർന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ നയിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്താക്കി. ആ വാർത്ത അറിഞ്ഞ ദിവസം ബാഫക്കിത്തങ്ങളെ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. വികാരാധീനനും വ്യസനക്രാന്തനുമായ തങ്ങളെ കണ്ടപ്പോൾ കുടുംബക്കാർ തന്നെ ബേജാറായിപ്പോയി. കുടുംബക്കാർ തങ്ങളോട് ചോദിച്ചു, തങ്ങളെന്താണ് ഇത്ര പ്രയാസം? തങ്ങൾ പറഞ്ഞു, ഇന്ന് വല്ലാത്തൊരു മുസീബത്തുണ്ടായ ദിവസമാണ്. ബന്ധുക്കൾ ചോദിച്ചു, എന്താ തങ്ങളെ മുസീബത്ത്? ഇന്ദിരാഗാന്ധിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നു. മറ്റൊക്കെ ചിരിക്കാനാണ് തോന്നിയത്. ഇന്ദിരാഗാന്ധിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്താക്കി തങ്ങളെതിരെ ബേജാറാണ്. അതെല്ലാം മർമ്മം. തങ്ങൾ പറഞ്ഞു, ഇന്ദിരാഗാന്ധി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണ്. പണ്ഡിറ്റ്ജിയുടെ കുടുംബമില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവില്ല. പണ്ഡിറ്റ്ജിയുടെ കുടുംബത്തിന്റെ നേതൃത്വമില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ മതേതര ഇന്ത്യ നിലനിൽക്കില്ല. പിന്നെ വർഗീയവാദികൾ വരും. ഇന്ത്യൻ ഭരണഘടന പിച്ചു ചീന്തപ്പെടും. മറ്റോ ബന്ധപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ? ആര്? അദ്വാന്റെ ഏട്ടൻ മുസണ്ടല്ലോ, വാജ്പേയി പ്രധാനമന്ത്രി ആയപ്പോൾ ആദ്യം തന്നെ ഭരണഘടന ശരിപ്പെടുത്താൻ നോക്കിയത് അല്ലേ? ഭരണഘടനയുടെ അലകും പിടിയും മാറ്റാൻ. ബിജെപിക്ക് ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് വന്നാൽ ഭരണഘടന കട്ടാന കയറിയ കരിമ്പിൻ തോട്ടം പോലെ, അല്ലെങ്കിൽ കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ, അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ കയ്യിലെ ദീനുൽ ഇസ്ലാം പോലെ പിച്ചു ചീന്തി ഹലാക്കിന്റെ അവലും കഞ്ഞിയാക്കും. പള്ളി ബാങ്കിലായിരിക്കും. ഈ പള്ളിയല്ലേ ബാങ്കിൽ വെച്ച് അല്ലേ? എന്നൊക്കെ പറഞ്ഞ് കണ്ണുവീച്ച് ലീഗിന്റെ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ലീഗോ, ഇത് ദുനിയാവിന് വേണ്ടിയുള്ളത്, ആഖിറത്തിന് വേണ്ടിയുള്ളതല്ല, ദുനിയാവിന് വേണ്ടിയുള്ളത് എന്നൊക്കെ ആ മനുഷ്യൻ പള്ളി ബാങ്കിൽ വെച്ച്. എന്നിട്ട് പിന്നെ ലാലല്ലാഹുവിന്റെ പകരം പിന്നെ റഹിമല്ലാഹു അല്ലേ? ലാലല്ലാഹുവിന്റെ പകരം റഹിമല്ലാഹു. പിന്നെ യൂസ്ലെസ് ഫെലോസ്. ഞാൻ അള്ളാഹുവിൻ്റെ ദീൻ പണയപ്പെടുത്തി ഈ കൂട്ടരോട് നമ്മൾ പ്രതികാരം ചോദിക്കേണ്ടിയിരിക്കുന്നു. മഹല്ലടിസ്ഥാനത്തിൽ ഇവന്റെ കഥ കഴിക്കണം. വിനയപുരശ്രമം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് ഞാൻ പറയട്ടെ, ബാഫക്കിത്തങ്ങൾ അത് പറഞ്ഞല്ലോ, അതാണ് പിന്നെ പുലർന്നത് കേട്ടോ. 40 വർഷങ്ങൾക്ക് മുമ്പ് ബാഫക്കിത്തങ്ങൾ പറഞ്ഞതാ പുലർന്നത്. MP എന്താ രണ്ടത്താണ് MP വരി എന്ന് പറഞ്ഞ പാപ്പരായി പോയ തങ്ങളല്ല, ബാഫക്കിത്തങ്ങളാ പറഞ്ഞത്. ഇയാളെ കറാമത്ത് തെളിയിച്ചതാ. MP വരി എന്നാ പിറ്റെന്ന് പറയാലോ, മൂപ്പർ ഇങ്ങനെ പറഞ്ഞു സഹായിക്കും. ഇബ്ലീസ് ഫണ്ട് സിദ്ദീഖ് തങ്ങളെ സഹായിച്ചിട്ടില്ലേ? ഉറങ്ങിപ്പോകാൻ പിടിച്ചിട്ടില്ലേ? എന്നാ പിന്നെ ഇബ്ലീസിനെ അങ്ങോട്ട് സഹായിക്കണ്ടേ? എന്തൊക്കെ പേരൊക്കെയാണ് പറയുന്നത്. ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങോട്ട്. രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷയുണ്ട് അല്ലേ? അങ്ങോട്ട്. പക്ഷേ 2 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അതാ തങ്ങൾ പറഞ്ഞാൽ പുലരണം. അതാണ് തങ്ങൾ. 2 വർഷങ്ങൾക്ക് മഹാനായ പാണക്കാട് തങ്ങൾ പറഞ്ഞ് ഇപ്പോൾ പുലർന്നു. രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷയുണ്ട്. ഇപ്പം എല്ലാവർക്കും പ്രതീക്ഷ രാഹുൽ ഗാന്ധി. ഇന്ത്യക്ക് പ്രതീക്ഷ, പാണക്കാട് തങ്ങൾക്ക് മാത്രമല്ല. ബാഫക്കി തങ്ങൾ അന്ന് പറഞ്ഞത് ഇന്ത്യയുടെ പ്രതികരണമായി മാറി. പാണക്കാട് തങ്ങൾ പറഞ്ഞതും ഇന്ത്യയുടെ പ്രതികരണമായി മാറി. അതാണ് തങ്ങന്മാർ. അതുകൊണ്ട് എല്ലാ കുറ്റിയടിക്കും, എല്ലാ നിക്കായിനും, പള്ളി ഉദ്ഘാടനത്തിനും പാണക്കാട് തങ്ങന്മാരെ ക്ഷണിക്കുന്നതുകൊണ്ട് ദേഷ്യം കൊണ്ടാണ് തങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് നഗരക്കായിട്ട് പോകുന്നതെങ്കിൽ തങ്ങൾ ഇതിൽ കൂടിക്കൊള്ളി. കാരണം ഈ തങ്ങന്മാർക്കിപ്പോൾ സമയമില്ല. അതുകൊണ്ട് ആ ഒഴിവുള്ള സമയത്ത് തങ്ങളേക്ക് ഞങ്ങൾ ക്ഷണിച്ചേക്കാം. ഒഴിവുള്ള സമയത്തല്ലേ? ഇപ്പോൾ ബാഹുല്യമാണ്. ഇത്ര പള്ളി, ഇത്ര മദ്രസ ചെയ്താൽ തീരുന്നില്ല. ചെറിയ കുട്ടികൾ പോലും രംഗത്തിറങ്ങിയിട്ട് തീരുന്നില്ല. അതുകൊണ്ട് ചാൻസ് ഉണ്ട്. ഞാൻ വിനയപുരശ്രമം തങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ചാൻസ് ഉണ്ട്. എന്നെ കാണാനും തിരക്കേടില്ല. നല്ല വലിയ ആളുമാണ്, വലിയ തങ്ങളാണ്, വലിയ കാദ്യത്തിന് പറയുന്ന മാതിരി വലിയ തങ്ങളെന്നും പറയാം. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ ഈ ചണ്ടി ഭണ്ഡാരങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ മറ്റേ ചങ്ങാതി പറഞ്ഞത് ലീഗിന്റെ കൊടി തന്നെ പച്ചയാണത് പാകിസ്ഥാനായിട്ട് ബന്ധമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതാരെ പറ്റിയാ ഖായിദ മില്ലത്തിനെ പറ്റിയാ പറയുന്നില്ലേ? ഖായിദ മില്ലത്ത് ആരാന്നറിയോ ചങ്ങായിക്ക്? ഈ ചങ്ങായിക്ക് അറിയോ ഖായിദ മില്ലത്ത് ആരാന്ന്? ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കാൻ വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവുമായിട്ട് ആലോചിക്കുന്ന കാലഘട്ടത്തിൽ ഈ ചങ്ങായിൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഇടങ്ങേർ ഉണ്ടാക്കേണ്ട കാര്യത്തെ പറ്റി അവർ ആലോചിക്കാൻ തുടങ്ങിയില്ല. ഈ മുസീബത്ത് ഉണ്ടാക്കേണ്ട കാര്യം അവർ അതിനു മുമ്പേ ഖായിദ മില്ലത്തുണ്ടായിരുന്നു. അതിനു മുമ്പേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഖായിദ മില്ലത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വാർദ്ധക്യകാലത്തെ ഉന്നുപടിയായ ഏകമകൻ മിയാ ഖാനെ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അതിർത്തിയിലേക്ക് അയക്കാൻ തയ്യാറായ ഖായിദ മില്ലത്തിൻ്റെ കാര്യം ഇന്ത്യൻ പാർലമെൻറ്റ് പ്രശംസിച്ചിട്ടുണ്ട്. ഒരവസരം പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞത് ഈ മനുഷ്യൻ ഇന്ത്യയിൽ ജനിച്ചത് തന്നെ ഇന്ത്യയുടെ മഹാഭാഗ്യമാണെന്ന്. ആ ഖായിദ മില്ലത്തിനെ പറ്റിയാണ് ഈ ചങ്ങായി പറയുന്നത്. ഇത് പാകിസ്ഥാൻ്റെ ഏർപ്പാടാണ്. അതുകൊണ്ട് വിനയപുരസരം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പറയാനുണ്ട്, ഇനിയും ഒരുപാട് പറയാനുണ്ട്. ബാക്കി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയും, പിന്നെ നേതാക്കന്മാർ പറയും. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ പിന്നീട് നമുക്കും പറയാം. മലക്കിറങ്ങി ബദറിൽ മലക്കിറങ്ങിയ മാതിരി പൊന്നാനിയിലും മഞ്ചേരിയിലും മലക്കിറങ്ങി ലീഗിൻ്റെ ഖുറൈശി പടയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. ഒരു മുസൽമാൻ അത് പറയാൻ പറ്റുമോ എന്ന് ആലിമികൾ തീരുമാനിക്കണം. മലക്കുകൾ പോളിംഗ് ബൂത്തിൽ പോയിട്ട് വോട്ട് ചെയ്തു പറയാൻ പറ്റുമോ? അങ്ങനെ മലക്കുകളെ പറ്റി അങ്ങനെ പറയാൻ പറ്റും? വോട്ട് ചെയ്തു മലക്കുകൾ വോട്ട് ചെയ്യുന്ന മലക്കുകളുണ്ടാവും. ഇയാൾ പ്രസംഗിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. കണ്ണൂരിൽ വന്ന് പ്രസംഗിച്ചതാണ്. ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. പിന്നെ ഒന്നുകൂടി പറഞ്ഞു, പഴയ ഇയാൾ SSFൻ്റെ പ്രവർത്തകന്മാരെ നിങ്ങൾ ആക്രമിച്ചപ്പോൾ നമ്മൾ ചെറുതായിരുന്നു, ഇപ്പോൾ ഞങ്ങളുടെ കരങ്ങൾക്ക് കരുത്ത് വന്നിട്ടുണ്ട്. ഇരിക്കൂറിൽ കരുത്ത് വന്നു. അവിടുന്നാണ് പറഞ്ഞത്. മറ്റത് 2 കിഡ്നി ഉണ്ടായിരുന്നു, ഒരു കിഡ്നി ഞങ്ങൾ മോഷ്ടിച്ചു. ഇൻഷാ അല്ലാഹ് ഈ കിഡ്നിയും മോഷ്ടിക്കും, മറ്റേ കിഡ്നിയും മോഷ്ടിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഞാൻ വിനയപുരസരം ആ കിഡ്നി മോഷണ സംഘത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പം ലീഗിൻ്റെ കിഡ്നി പോയില്ല എന്ന് മാത്രമല്ല, ഇവൻ്റെ അടപ്പൂരി പോയിട്ടുണ്ട്. അതുകൊണ്ട് വിനയപുരസരം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് പറയുന്നു, ഈ മഹത്തായ പ്രസ്ഥാനം മഹാന്മാരായ ആലിമീങ്ങൾ നയിച്ച പ്രസ്ഥാനം, മഹാന്മാരായ ആലിമീങ്ങൾ ഉഹർവിയായ പണ്ഡിത ശ്രേഷ്ഠന്മാർ, അവരാണ് നമ്മൾ നയിച്ചത്. ആ നേതാക്കന്മാർ നയിച്ച ഈ പ്രസ്ഥാനത്തെ കരുത്തേകാൻ ഈ ദുന്യാവിൻ്റെ മഹിമയൊന്നല്ല പറയേണ്ടത്. മാനുസ്താദിന് കൊട്ടാരയില്ല, കൊട്ടാര സമാനമായ വീടില്ല, ഒന്നും സമ്പാദിച്ചിട്ടില്ല. വലിയ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ സ്വന്തമായി ഒന്നും സമ്പാദിച്ചിട്ടില്ല. അതാണ് നമ്മുടെ നേതാക്കന്മാർ. മാനുസ്താദും അതുപോലെ CH ഹൈദ്രോസ് ഉസ്താദ് മഹാനവറുകൾ എവിടെ വിളിച്ചോ അവിടെയൊക്കെ വരും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ വന്നാൽ ഏതോ പള്ളി കിടന്നുറങ്ങും. ഈ വലിയ ഇവരുടെ കമറിൽ വരുമ്പോൾ കഴിഞ്ഞ ദിവസം നിക്കാഹിന് വന്നിട്ട്, പിന്നെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ പ്രവർത്തകന്മാരിങ്ങനെ പറയാൻ പോലും, ഇത് 60 ലക്ഷത്തിൻ്റെ കാറാണ്, 1 കോടിൻ്റെ കാർ വേറെ ഉണ്ട്, അത് പിന്നെ അതെടുത്തിട്ടില്ല. ഇപ്പോൾ 2 കാർ ഒന്നിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. ഒരു മഹിമ പറയുന്നു, ഒരു പരിധി വേണം. എൻ്റെ മക്കളോടെന്നെ പറയുന്നത്, ഇത് 60ൻ്റെ കാറാണ്, 1 കോടിൻ്റെ വേറെ ഉണ്ട്, അത് എടുത്തിട്ടില്ല. എന്ത് പണ്ഡിതന്മാരാണ് നിങ്ങൾ, എന്ത് പണ്ഡിതന്മാർ! മഹാനായ CH ഉസ്താദ് ഹൈദ്രോസ് മുസ്ലിയാർ മഹാനവറുകൾ ഒരു വോളണ്ടിയറെ പോലെ ഓടി നടക്കുന്ന മഹാന. ദർസ് പോലും ലീവ് എടുത്തിട്ട് പണക്കണ്ടങ്ങളെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ മഹലിലും പോകും. എൻ്റെ റേഞ്ച് സന്ദർശനം, ഒരു റേഞ്ചിൽ പോയി അവിടെ ക്യാമ്പ് അടിച്ച് ആ റേഞ്ചിൽ എല്ലാ മദ്രസയിലും ഓരോ ദിവസവും സന്ദർശനം നടത്തിയിട്ട് തിരിച്ചു വരാം. ഒരു റേഞ്ചിൽ ഒരു 10-20 ദിവസം മഹാനവറുകളുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് ആ മനുഷ്യനെ നേരിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് വ്യക്തിത്വം!
അതാണ് ഉഹർവിയായ പണ്ഡിതന്മാരുടെ ലക്ഷണങ്ങൾ. എവിടെ ലോറിപ്പുറത്തൊക്കെ കയറിയിട്ട് പോയി യാത്ര ചെയ്യാം, വരുന്ന വണ്ടിക്കൊക്കെ കൈ കാണിക്കും. പഴയകാലത്ത് ഒരു പോലീസ് വണ്ടിക്കും കൈ കാണിച്ചു, ചുവന്ന ലൈറ്റായിട്ട് വരുന്നൊരു വണ്ടിക്ക് കൈ കാണിച്ചു. വണ്ടി നിർത്തിയിട്ട് പോലീസ് ഓഫീസർ പറഞ്ഞു, എന്താ മിസ്റ്റർ, ഇതൊരു പോലീസ് ഓഫീസർ വണ്ടിയാണെന്ന് അറിഞ്ഞുകൂടെ? മൂപ്പരിങ്ങനെ താടി തടവിയിട്ട് പറഞ്ഞു, പോലീസുകാരെ കൂട്ടത്തിൽ നല്ല മനുഷ്യന്മാരുണ്ടാവുമെന്ന് തോന്നിയിട്ട് പോയി കാണിച്ചു. അയാൾക്ക് തോന്നി ഇതൊരു നല്ല മനുഷ്യനാണ്. ആ പോലീസ് ഓഫീസർ മഹാനവരികളുടെ വണ്ടിയിൽ കയറ്റി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കൊടുത്തു. ഒരു ദിവസം എവിടെയും കിടന്നുറങ്ങാൻ സമയമില്ലാതെ വണ്ടി കിട്ടാത്ത അവസ്ഥയിൽ ഒരു പള്ളിയിലേക്ക് പോയി. പള്ളിയുടെ എല്ലാ വാതിലുകളും അടച്ച് മുക്രി അവസാനത്തെ വാതിൽ അടക്കാൻ പോകുന്ന സമയത്താണ് മൂപ്പർ പോയത്. അസ്സലാമു അലൈക്കും, ഞാനിവിടെ ഒന്ന് താമസിച്ചോട്ടെ, വണ്ടിയൊന്നും കിട്ടിയില്ല. മുക്രി പറഞ്ഞാൽ അതൊന്നും പറ്റില്ല, പോയി കമ്മിറ്റി തീരുമാനിച്ചാണ്. അപ്പോൾ മൂപ്പർ പറഞ്ഞു, പിന്നെ ഞാനിപ്പോൾ വണ്ടിയൊന്നും ഇല്ലല്ലോ, എന്താ ചെയ്യാം? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കമ്മിറ്റി തീരുമാനിച്ചാൽ എടുക്കണം. മഹാനവറുകൾ ആ മുക്രിയോട് ചോദിച്ചു, ഹൗദും കറ ചൂണ്ടിക്കാണിച്ചിട്ട്, ഞാൻ ഇവിടെ താമസിച്ചോട്ടെ സുബഹി വരെ. ആ മുക്രി ഒരു വീഴ്ച നോക്കിയിട്ട് പറഞ്ഞു, അവിടെ കിടന്നോളി, ഇടങ്ങേറൊന്നുണ്ടാക്കരുത്. തഹജ്ജുദിൻ്റെ സമയത്ത് മഹാനായ മുദർരിസ് ഉളു ഉണ്ടാക്കാൻ കയറി ഇറങ്ങി വന്നപ്പോൾ അതാ ഹൗദുങ്കരയുടെ മൂലയിൽ നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നു. അൽ-ആലിമുൽ അല്ലാമ സി.എച്ച്. ഹൈദ്രോസ് മുസ്ലിയാ, സമസ്തയുടെ വൈസ് പ്രസിഡന്റ്. ആ മുദർരിസ് ഞെട്ടിപ്പോയി, ഓടിച്ചെന്ന് കൈപിടിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ, ഇതെന്ത് കഥ? ഞാൻ എങ്ങനെ ഇത് സഹിക്കും? ഞാനിതിൻ്റെ മുകളിൽ എൻ്റെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു, അങ്ങിവിടെ ഞാൻ എങ്ങനെ സഹിക്കും? ആ സമയത്ത് ആ മുക്രിക്കും തോന്നി എനിക്കെന്തോ അബദ്ധം പറ്റി. ആ മുക്രി ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദ്, എനിക്ക് ആളെ തിരിയാഞ്ഞിട്ടാണ്. അപ്പോൾ മൂപ്പര് സാധാരണ ഉണ്ടല്ലോ ഇങ്ങനെ പുറന്തടവിട്ട് പറയും, ഇല്ല മോനെ, അള്ളാഹു ഹൈറിയട്ടെ, അള്ളാഹു ഹൈറിയട്ടെ, ഓനിക്ക് നല്ല ദ്വായാണ് ആ ഇടങ്ങേറക്കിയ മുക്രിക്ക്. അവസാനം മുക്രി ഗദ്ഗതകണ്ഠനായ മുക്രിയോട്, ഈ മുദരിസ് മുക്രിയോ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഒന്ന് പറഞ്ഞുകൂടായിരുന്നു, ഞാൻ സി.എച്ച്. ഹൈദ്രോസ് മുസ്ലിയാരാണെന്ന് പറഞ്ഞുകൂടായിരുന്നു? അപ്പോഴാണ് മൂപ്പർ ചോദിച്ചത്, എന്താണ് പ്രത്യേകത? ഞാൻ സി.എച്ച്. ഹൈദ്രോസ് മുസ്ലിയാരാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ധ്വനി എന്താണ്? ഞാൻ ബഹുമാനമർഹിക്കുന്ന ആളാണെന്നാണ് വന്നു പോകുമോ, അത് ഖിബറായി പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ്. അതാണ് പണ്ഡിതന്മാർ.